ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. രാവിലെ തന്നെ ട്രാം സ്റ്റോപ്പിലേക്ക് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായില്ലേ? ഞങ്ങളൊരു യാത്ര പോവാണ്. നമ്മുടെ ഇന്നത്തെ യാത്രയിൽ ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ ഫ്രണ്ട്സും കൂടെ ഉണ്ട്. ആൻഡ് വി ആർ ഗോയിങ് ടു ഓസ്ട്രിയ. സോ നമ്മളങ്ങനെ ക്രാക്ക് ഗ്രൗണ്ടിൽ നിന്ന് നമ്മുടെ ട്രെയിനിൽ കയറിയിട്ടുണ്ട്. 6:30 അവിടെ സീറ്റൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാണ്. നല്ല തിരക്കുണ്ട്. ക്രാക്ക് ഓഫ് ബ്ലൂണിൽ നിന്ന് ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ടായി കുറേ നേരമൊക്കെ ആയി. എന്നിട്ടാണ് എനിക്ക് ഓർമ്മ വന്നത് ഞാൻ വീഡിയോ ഒന്നും പിടിച്ചിട്ടില്ല. സോ നമ്മുടെ ഇന്നത്തെ യാത്ര ജോമോളും ജോഷേട്ടൻ്റെ കൂടെയാണ്. ആൻഡ് ഈ ഒരു ട്രിപ്പ് ഞങ്ങൾ ഒരുപാട് നാളായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ, ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ട്രിപ്പ് ഓസ്ട്രിയ എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ ഞങ്ങൾ ഡിസ്കഷൻ തുടങ്ങി, എല്ലാവരുടെ അവൈലബിലിറ്റി നോക്കി, ഡേറ്റ്സ് ഫിക്സ് ചെയ്തു, ബുക്കിംഗ് ചെയ്തു. ആൻഡ് നൗ ഫൈനലി വി ആർ ഓൺ ദാറ്റ് ട്രിപ്പ്. ഒരു 5 days ഓസ്ട്രിയ ട്രിപ്പാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്, കവറിംഗ് 3 different cities: സാൽസ്ബർഗ്, ഹോൾസ്റ്ററ്റ് ആൻഡ് വിയന. എന്തായാലും ട്രിപ്പിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. സോ ഫസ്റ്റ് നമ്മൾ നേരെ പോകുന്നത് വിയനയിലോട്ടാണ്. അവിടെ നിന്ന് ട്രെയിൻ ചേഞ്ച് ഉണ്ട് നമുക്ക് ടുവേർഡ്സ് സാൽസ്ബർഗ്. ആൻഡ് ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത് സാൽസ്ബർഗിലാണ്. നമ്മൾ വിയന എത്തിയല്ലോ ഇതിരു. സോ നമ്മൾ അങ്ങനെ 5.5 മണിക്കൂറിന്റെ യാത്രയ്ക്ക് ശേഷം വി ആർ ഹിയർ അറ്റ് വിയന്ന. അങ്ങളുമാരൊക്കെ പോയി. അതെ, നീണ്ട ഒരു 5.5 മണിക്കൂറിന്റെ യാത്ര കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വിയന എത്തിയത്. സോ നമ്മളങ്ങനെ ഇവിടെ വന്ന് ഇറങ്ങി നമ്മളങ്ങനെ മെഗ്ഡി പോയി. ഞാനിപ്പോൾ തിരിച്ച് നെക്സ്റ്റ് ട്രെയിൻ പിടിക്കാൻ വേണ്ടി നമ്മൾ പ്ലാറ്റ്ഫോമിലോട്ട് പോകാം. അങ്ങനെ ഇതാ നമ്മൾ പ്ലാറ്റ്ഫോമിലെത്തി. ഇത്രക്കുട്ടൻ നല്ല ടയർഡാണ്, അവൻ്റെ മുഖത്ത് നിന്ന് തന്നെ മനസ്സിലാവും. ബട്ട് അവൻ നല്ല കോപ്പറേറ്റീവ് ആയിട്ട് ഞങ്ങളുടെ കൂടെ ഇരിപ്പുണ്ടായിരുന്നു. സോ നമ്മൾ മാഗ്ഡിയിൽ നിന്ന് ബർഗറൊക്കെ കഴിച്ചു. ഞാൻ ആ വീഡിയോ ഒന്നും ക്യാപ്ചർ ചെയ്തില്ല. ആൻഡ് ഇപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ നെക്സ്റ്റ് ട്രെയിൻ വിയനയിൽ നിന്ന് സാൽസ്ബർഗിലോട്ടുള്ള യാത്ര ഞങ്ങൾ ചെയ്യുന്നത് OBB ട്രെയിനിലാണ്. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റായിരുന്നു. ഞങ്ങൾ 5 പേരും സുഖകരമായിരുന്നു. കളറിങ് ചെയ്യാൻ നല്ല തിരക്കിട്ട് കളർ ചെയ്തിട്ടിരിക്കും. വീണ്ടും ഒരു 3 മണിക്കൂർ യാത്രയുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇതൊരു ക്രാങ്ക് ആവാതിരിക്കാൻ ഇമാതിരി എന്തെങ്കിലും സാധനങ്ങൾ ഞാൻ കയ്യിലെടുക്കാറുണ്ട്, അവന് കളർ ചെയ്യാനോ അല്ലെങ്കിൽ അവൻ്റെ എന്തെങ്കിലും ടോയ്സ്. സോ നമ്മൾ പതിയെ വിയനയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ തന്നെ എത്രകൂട്ടാൻ എവിടേക്കോ ഒരു ചെറിയ മയക്കം വരുന്നുണ്ട്. രാവിലെ നമ്മൾ ഇറങ്ങിയതല്ല, എന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അവൻ എന്തായാലും ഫ്ലാറ്റായി. ഇനി മിക്കവാറും നമ്മൾ സാൽസ്ബർഗ് എത്തുമ്പോഴായിരിക്കും അവൻ എണീക്കാൻ പോകുന്നത്. അങ്ങനെ നീണ്ടൊരു യാത്ര കഴിഞ്ഞ് ഞങ്ങളിത് സാൽസ്ബർഗിലെത്തി. ആൻഡ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങളുടെ എയർബിഎൻബിയുടെ തൊട്ട് ഫ്രണ്ടിലാണ്. സോ നമുക്ക് നേരെ നമ്മുടെ എയർബിഎൻബിയുടെ ടൂർ ഒന്ന് കണ്ടാലോ? സോ നമ്മുടെ എയർബിഎൻബി ഉള്ളത് ഫസ്റ്റ് ഫ്ലോറിലാണ്. ആൻഡ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ ക്യാമറയ്ക്ക് ഒരു ഷേക്കുള്ള കാര്യം റിയലൈസ് ചെയ്തത്. സോ ഇത് ഫസ്റ്റ് റൂമാണ്. ആൻഡ് എൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ നമുക്ക് വേറൊരു റൂമും കൂടെ ഉണ്ട്. നല്ല അടിപൊളിയായിട്ടാണ് ഈ ഒരു ഹോസ്റ്റ് വീട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് എടുത്ത് തന്നെ പറയണം, ഓരോ എലിമെന്റ്സ് ആ വീടിന് പ്രത്യേക ഒരു ഭംഗിയാണ് കൊടുക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് ഇത് നമ്മുടെ മെയിൻ ഏരിയ കിച്ചൺ. എല്ലാ സാധനവും ഉണ്ട്. ക്യാപ്പച്ചിനോ, കോഫിക്ക് കോഫി, ചോക്ലേറ്റ് മിൽക്കിന് ചോക്ലേറ്റ് മിൽക്ക്. പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് യൂസ് ചെയ്യാനുള്ള കട്ട്ലറീസ്, യുടെൻസിൽസ്, അപ്ലയൻസസ് ഒക്കെ ഉള്ള ഒരു കിഡിലൻ എയർബിഎൻബി ആണ്. ആർക്കെങ്കിലും ഈ ഒരു എയർബിഎൻബിയുടെ ലിങ്ക് വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി കമന്റ് സെക്ഷനിൽ, അല്ലെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യാം. ഡെഫിനറ്റ്ലി നിങ്ങൾ സാൽസ്ബർഗിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷനായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു എയർബിഎൻബി ആണിത്. ഈ ഒരു പോർഷനിൽ കിച്ചൺ മാത്രമല്ല, കിച്ചൺ കം ഒരു ഹാളാണ്. പ്ലസ് നമുക്ക് ഇവിടെ നിന്ന് ഒരു ബാൽക്കണി വ്യൂ കൂടെ ഉണ്ട്. അടിപൊളിയായിട്ട് വീട് സെറ്റ്. അങ്ങനെ നമ്മൾ ഫ്രഷ് ഒക്കെ ആയതിനു ശേഷം ഇപ്പോൾ സാൽസ്ബർഗ് സിറ്റിയുടെ നൈറ്റ് ലൈഫ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അതിനു മുന്നേ ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവിടെ വന്ന് നിങ്ങളിപ്പോൾ ഓവർനൈറ്റ് സ്റ്റേ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗസ്റ്റ് മൊബിലിറ്റി ടിക്കറ്റ് യൂസ് ചെയ്ത് സാൽസ്ബർഗിൽ എല്ലാ പബ്ലിക് ട്രാൻസ്പോർട്ടും ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. അതെ, യു ഹേർഡ് ഇറ്റ് റൈറ്റ്. ഞാൻ എന്തായാലും ആ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഞങ്ങളുടെ ഹോസ്റ്റ് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് തന്നെ അറിയുന്നത്. ആൻഡ് ഇറ്റ് വാസ് റിയലി ഹെൽപ്ഫുൾ. ഞങ്ങൾക്ക് ഇവിടെ സാൽസ്ബർഗിൽ സ്റ്റേ ചെയ്ത ദിവസങ്ങളിൽ ഒന്നും പബ്ലിക് ട്രാൻസ്പോർട്ടിന് വേണ്ടി ഒരു പൈസ പോലും സ്പെൻഡ് ആയിട്ടില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് സാൽസാഗ് റിവറിന് മുകളിലുള്ള ലവ് ലോക്ക് ബ്രിഡ്ജിന് പുറത്താണ്. എന്തായാലും ആദ്യം തന്നെ നമുക്ക് ലൈറ്റ് ഒക്കെ പോകുന്നതിന് മുന്നേ കുറച്ച് നല്ല ഫോട്ടോസ് ഒക്കെ ക്ലിക്ക് ചെയ്ത് വെക്കാം മെമ്മറി ആയിട്ട്. ഇങ്ങനെ പാരീസിലൊക്കെ ചെയ്യൂലേ, എല്ലായിടത്തും ചെയ്യുന്ന പോലെ നമ്മുടെ പേര് എഴുതിയ ഒരു ലോക്കറ്റ് ഇങ്ങനെ 2015 ആരോ ഇട്ടതാ. AM. അതെ, അത് മാനില്ല. പെർമനന്റ് മാർക്കർ വെച്ചിട്ടായിരിക്കും. ആൻഡ് ഇത് നമ്മുടെ ക്രാക്വല് വിസ്തൂല റിവറിന്റെ അവിടെയൊക്കെ പോയി നിൽക്കുന്ന പോലെ നമുക്ക് ഇവിടെ വരുമ്പോൾ സ്ഥലം ഇത്. ആൻഡ് അവിടെ ചുറ്റും നിറയെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കുറെ ഫോർട്ട് ഒക്കെ ഉണ്ട്. നാളെ മറ്റന്നാളും ഞങ്ങൾ ഹോൾസ്റ്റാറ്റിലോട്ട് പോകും. അപ്പോൾ മറ്റന്നാളായിരിക്കും നമ്മൾ അവിടേക്ക് പോകുന്നത്. അയ്യോ, അങ്ങനെ നമ്മൾ ഓടിയിടും. സൂപ്പർ മാർക്കറ്റിൽ പോയി കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പോവാം. നമ്മൾ വേറെ സൈഡിലാണ് ഇറങ്ങിയത് സ്റ്റേഷൻ്റെ. ഇവിടെ നിന്നാണ് സ്റ്റേഷൻ്റെ എൻട്രി. ഇവിടെ അത്യാവശ്യം ലേറ്റ് നൈറ്റ് ആയിട്ട് നമുക്ക് റെയിൽവേ സ്റ്റേഷൻ അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, സ്പാർ എന്ന് പറഞ്ഞിട്ട്. അവിടെ മാത്രമേ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. സോ നമ്മൾ അവിടെ പോയി സാധനങ്ങൾ മേടിച്ചു. തിരിച്ചു വന്ന് നമ്മുടെ കുക്കിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി ഡിന്നർ കഴിച്ചിട്ട് വേണം കിടന്നുറങ്ങി രാവിലെ എണീച്ച് നമുക്ക് ഹോൾസ്റ്റാറ്റിലോട്ട് പോകാൻ. കാണാൻ പറ്റുമോ അങ്ങ് ദൂരെ മലയും
എന്തൊക്കെയൊക്കെയോ ഉണ്ട്. നമ്മളങ്ങനെ എല്ലാവരും കഷ്ടപ്പെട്ട് പെട്ടെന്ന് വന്നപ്പോഴത്തേക്കും ബസ് പോയി. സോ നമ്മൾ അടുത്ത ബസ് എടുത്തിട്ട് നേരെ പോകാൻ പോകുന്ന ഹോൾസ്റ്റാറ്റ് വിസിറ്റ് ചെയ്യാനാണ്. ഹേയ് ബ്രോ, ഹലോ. നമ്മളങ്ങനെ സെക്കൻഡ് ബസ്സിൽ കയറി അതിനിപ്പോൾ സ്റ്റേഷനിൽ എത്തി. നമ്മളിങ്ങനെ പ്ലാറ്റ്ഫോമിലോട്ട് വന്നു. നമ്മൾ ഇനി നേരെ പോകുന്ന ഹോൾസ്റ്റാറ്റ് ട്രെയിൻ പിടിക്കാൻ വേണ്ടി. ജോമോളൊരു ഹായ്. സോ ഇതാ പിന്നെ നമ്മുടെ OBBയുടെ ഹോൾസ്റ്റാറ്റിലോട്ട് പോകുന്ന ട്രെയിൻ. ആൻഡ് നമ്മൾ നേരെ നമ്മുടെ സീറ്റിൽ കയറിയിട്ട് നമുക്ക് കാണാം. പക്ഷെ നമ്മളങ്ങനെ ട്രെയിനിൽ കയറി നമ്മുടെ സ്ട്രോളർ വെച്ച് അതിന് ഇവിടുന്ന് ഫസ്റ്റ് ചേഞ്ച് എടുക്കാൻ നമ്മൾ പോവാം. ഇതൊരു ഭംഗിയല്ലേ കാണാൻ? ഇതൊക്കെ ട്രെയിൻ സോ നമ്മൾ ചേഞ്ച് എടുക്കാനുള്ള സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. സ്റ്റേഷൻ്റെ പേരാണ് ആറ്റ്നാങ് പൂ ഹൈം. അതെ, 16 സ്റ്റോപ്പ് നിർത്തിയായിരിക്കും നമ്മൾ ഈ ട്രെയിനിൽ പോകുന്നത്. ആൻഡ് ഈ ട്രെയിനിലാണ് നമ്മൾ ഹോൾസ്റ്റാറ്റിലോട്ട് പോകുന്നത്. അങ്ങനെ അത്രയും മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഇതാ ഹോൾസ്റ്റാറ്റ് എത്തി. വൺ ഓഫ് അവർ ഡ്രീം ഡെസ്റ്റിനേഷൻ. സോ നമുക്കിനി പോയി ഹോൾസ്റ്റാറ്റ് എക്സ്പ്ലോർ ചെയ്യാം. ഇനി നമ്മൾ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നേരെ പോകുന്ന ഫെറി റൈഡ് എടുക്കാൻ വേണ്ടിയാണ്. ആൻഡ് അങ്ങോട്ട് പോകുന്ന റൂട്ടാണിത്. അവിടെ എത്തിയപ്പോൾ തന്നെ ഇതിൽക്കൂട്ടം നേരെ നടക്കാൻ തുടങ്ങി അങ്കിളിൻ്റെ ആൻറ്റിയുടെ കൈ പിടിച്ച്. സോ നൗ വി ആർ വെയിറ്റിംഗ് ഫോർ ദ ഫെറി. നമ്മുടെ ഫെറിയിൽ എത്തി. ആൻഡ് അപ്പ് ആൻഡ് ഡൗൺ നമുക്ക് ടിക്കറ്റ് 8 യൂറോയ്ക്ക് കിട്ടും. ഇറങ്ങിക്കോ ഇറങ്ങി. ഏ നമ്മുടെ റൈഡ് സ്റ്റാർട്ടായേ. ഇതൊരു ഞാൻ കൊച്ചിനോട് എന്നെ പിടിച്ചിട്ടുണ്ട് ഇങ്ങനെ. ആരോ അതിനകത്തിരിക്കില്ല. ഹാർഡ്ലി 15 മിനിറ്റ്സ് ആണ് ഈ ഒരു ഫെറി റൈഡിൻ്റെ ഡ്യൂറേഷൻ. ആൻഡ് നിങ്ങൾ ഫെറി റൈഡ് ചെയ്യാൻ വേണ്ടിയുള്ള ടിക്കറ്റ് പർച്ചേസ് ചെയ്യാൻ എപ്പോഴും കയ്യിൽ ക്യാഷ് കരുതിയിരിക്കണം. കാരണം അവർ ക്യാഷ് മാത്രമേ അക്സെപ്റ്റ് ചെയ്യൂ. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് നിങ്ങൾക്ക് 8 യൂറോയ്ക്കാണ് ഒരാൾക്ക് കിട്ടുന്നത്. ഫെറി റൈഡ് കഴിഞ്ഞ് അവിടെ സ്റ്റോപ്പിൽ ഇറങ്ങുമ്പോൾ തന്നെ നമുക്കൊരു ഇൻഫർമേഷൻ ബോർഡിൽ നിയർ ബൈ ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ലൊക്കേഷൻ്റെ പ്ലേസും അങ്ങോട്ട് പോകാനുള്ള ഷിപ്പിൻ്റെ ടൈമിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ പോവാം. ഈ കാണുന്നതാണ് ഹോൾസ്റ്റാറ്റിൻ്റെ ഐക്കോണിക് പോസ്റ്റ് കാർഡ് വ്യൂ ഫോട്ടോസിൽ വരുന്ന ചേർച്ച്. ആൻഡ് ഇവിടെ നിന്ന് നമ്മൾ നടന്നു വേണം ഇനി മെയിൻ ആ വ്യൂ പോയിന്റിൽ പോകാൻ ആ ഒരു ഫോട്ടോഗ്രാഫ് കിട്ടാൻ. ശരിക്കും ഇവിടെ നിന്നും നല്ല ഫോട്ടോസ് എടുക്കാനുള്ള സ്പോട്ട് ഉണ്ടായിരുന്നു. ആൻഡ് ഇപ്പം ഞങ്ങൾ നടന്ന് അങ്ങോട്ട് പോകാൻ. ഇവിടെ എവിടെ നടന്നാലും വ്യൂ ആ. ആൻഡ് നമ്മൾ അവിടെ പോയി നിന്നാണ് ഇനി ഇവിടുത്തെ ഫേമസ് പോസ്റ്റ് കാർഡ് വ്യൂ എടുക്കാൻ പോകുന്നത്. എത്ര ഇവർക്ക് ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ അവർ പ്രതിഷേധമായിട്ട് വെച്ചതാണെന്ന് തോന്നുന്നു. വി ലിവ് ഹിയർ, പ്ലീസ് എൻജോയ് ദ ബ്യൂട്ടി വ്യൂ, ദ പീസ് വിത്തൗട്ട് ലൗഡ് ഷൗട്ടിംഗ് ഓഫ് മ്യൂസിക്. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മോസ്റ്റ് ഐക്കോണിക് ഹോൾസ്റ്റാറ്റ് ഫോട്ടോ കിട്ടാനുള്ള വ്യൂ പോയിന്റ്. ആ ഒരു സ്പോട്ടിൽ നിന്ന് എത്ര ഫോട്ടോസും വീഡിയോസും എടുത്താലും നമുക്ക് മതിയാവില്ല. അങ്ങനെ ഞങ്ങളും കുറച്ചധികം ഫോട്ടോസും വീഡിയോസും അവിടെ നിന്ന് എടുത്ത് കുറച്ച് മുന്നോട്ടൊക്കെ നടന്നു പോയി നോക്കി അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. ഇപ്പം ഞങ്ങൾ തിരിച്ച് നേരെ മാർക്കറ്റ് സ്ക്വയറിലോട്ട് പോവാണ് ആ ഒരു സൈഡ് എക്സ്പ്ലോർ ചെയ്യാൻ. നമ്മൾ അവിടെ നിന്ന് ഈ സിറ്റി സെൻറ്ററിൻ്റെ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ലേക്കിൻ്റെ അവിടെയൊക്കെ പോയിരുന്ന് ഇറങ്ങി അവിടെ കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാം. കൂടുതൽ ഇതാണ് ഇവിടുത്തെ മാർക്കറ്റ് സ്ക്വയർ. ഞാൻ അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ മാർക്കറ്റ് സ്ക്വയർ. ഒരു കൊച്ചു മാർക്കറ്റ് സ്ക്വയർ, ചുറ്റും കളർഫുൾ വീടുകൾ, കഫേ, ഷോപ്സ്. നമുക്ക് കുറച്ചധികം നേരം ഇവിടെ നിന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റും. കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തതിനു ശേഷം ഞങ്ങളിപ്പോൾ നേരെ ഒരു ഇമ്പോർട്ടൻറ്റ് സാധനം മേടിക്കാൻ പോവാണ്. ഒരു ട്രിപ്പിന് വന്നാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മേടിച്ചിരിക്കണം. അതെ, ഒരു സൊവിനിയർ കളക്ട് ചെയ്യാൻ. സൊവിനിയർ എന്ന് ഉദ്ദേശിച്ചത് നല്ലൊരു ഫ്രിഡ്ജ് മാഗ്നറ്റ് ആണ്. ബിക്കോസ് എൻ്റെ ഫ്രിഡ്ജ് മാഗ്നറ്റ് കളക്ഷനിൽ ഈ ഒരു ഫെയറി ടെയിൽ വില്ലേജായ ഹോൾസ്റ്റാറ്റും കൂടെ എനിക്ക് ആഡ് ചെയ്യണം. അവിടെ നിന്ന് നല്ലൊരു ഫ്രിഡ്ജ് മാഗ്നറ്റ് കിട്ടാത്തതുകൊണ്ട് നമ്മളിപ്പോൾ മുന്നോട്ട് പോയിട്ട് ഇവിടെ വന്നാൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണമെന്ന് എല്ലാവരും പറയുന്ന ഒരു ക്രീം റോളുണ്ട്. അത് ട്രൈ ചെയ്യാനാണ് വന്നിട്ടുള്ളത്.
സോ ഇതാണ് ആ കാണുന്ന ക്രീം റോൾ. കണ്ടിട്ട് എനിക്ക് നമ്മൾ സാധാരണ ക്രീം റോൾ പോലെ തോന്നുന്നത്. ബട്ട് എന്താണ് ഇതിന് സ്പെഷ്യൽ എന്ന് അറിയണം. €3 ആണ് ഒരു റോളിൻ്റെ വില. അതിന് നമ്മളിതാ ട്രൈ ചെയ്യാൻ വേണ്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ബൈറ്റ് ഞാൻ എടുത്തു. അത്യാവശ്യം നല്ല സ്വീറ്റ് ആണ്. പക്ഷേ ഈ ഒരു ചെറിയ റോളിന് €3 ലേശം കത്തിയല്ലേ. പണ്ടൊക്കെ ഞാൻ ഡൽഹിയിൽ നിന്ന് €5 മേടിച്ച് കഴിച്ചിട്ടിരുന്ന സാധനമാണ് ഇവിടെ വന്നിട്ട് ഞാൻ €3 മേടിച്ച് ട്രൈ ചെയ്തത്. എന്തായാലും അതിൻ്റെ ടേസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേറൊരു സോവിനോർ കട കണ്ടിട്ട് ഈ കാണുന്ന ഒരു ഹോൾസ്റ്റാറ്റ് അവിടെ നിന്ന് മേടിച്ചു ഞങ്ങളുടെ ഫ്രിഡ്ജ് മാഗ്നറ്റ് കളക്ഷനിൽ ആഡ് ചെയ്യാൻ വേണ്ടി. എല്ലാവരും ഇവിടെ ഇരിപ്പുണ്ട്. നമ്മൾ അത് കഴിച്ച് ഫ്രിഡ്ജ് മാഗ്നറ്റ് മേടിച്ചതിന് ശേഷം ഈ ഒരു സ്പോട്ടിൽ വന്ന് കുറച്ച് നേരം നേച്ചറിന് ഭംഗി ആസ്വദിക്കാമെന്ന് വിചാരിച്ചു. നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കണം. അവിടെ നമുക്ക് ഇരിക്കാൻ ബെഞ്ചസ് ഉണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവിടെ ഫുൾ ആൾക്കാരാണ്. അപ്പാപ്പനും അമ്മമ്മനും കാണാൻ എന്ത് രസമുണ്ട്. എത്ര രൂപയാണ് ബോട്ടിന്? €28 1 hourന് വേണ്ടി. പക്ഷേ ഇവിടെ ക്യാഷ് മാത്രമേ അക്സെപ്റ്റ് ചെയ്യൂ. സോ ഇവിടെ വരുമ്പോൾ നമ്മൾ കയ്യിൽ കുറച്ച് പൈസ തരുന്നത് വളരെ മികച്ച തീരുമാനമായിരിക്കും. സോ നമ്മളിപ്പോൾ പോകുന്നത് നേരെ ആ ഒരു സ്കൈ വാക്കിൽ ഫേർണിക്കുലർ എടുക്കാൻ വേണ്ടിയാണ്. നമുക്ക് ഇവിടുന്ന് ആ സെൻറ്ററിൽ നിന്ന് 750 meters നമ്മൾ നടന്ന്, അല്ല നമുക്ക് സ്റ്റെയർ ഉണ്ട്. ഞങ്ങൾ സ്റ്റെയർ എടുക്കുന്നില്ല, ഇതിലുള്ളുണ്ട്. സോ നമുക്ക് പോയ ഫേർണിക്കുലർ റൈഡ് എടുത്ത് മുകളിൽ പോയി കണ്ടിട്ട് വരാം. നമ്മൾ ബസ്സിൽ വന്നാൽ നമുക്ക് ഇവിടെ വന്നാൽ നമ്മൾ ഇറക്കുന്ന ബസ്സിൽ വരുമ്പോൾ സോൾട്ട് മൈൻ ആൻഡ് ഫേർണിക്കുലർ ഇവിടെ തന്നെ. ശരി, ആ ഒരു ഡ്രോൺ കേബിൾ വലിക്കുന്നുണ്ട്, പക്ഷെ അത് താഴെ വരുന്നില്ല. എന്തുകൊണ്ടായിരിക്കും ആ ഡ്രോൺ താഴെ വരാത്തെന്നുള്ള ചർച്ചയിലായിരുന്നു ഞങ്ങൾ. സോ നമ്മൾ അകത്ത് കയറി കുറച്ചധികം ടൈം എടുത്തു ടിക്കറ്റ് പർച്ചേസ് ചെയ്യാൻ. ആൻഡ് ഒരാൾക്ക് വരുന്ന ടിക്കറ്റ് കോസ്റ്റ് ആണ് €24. എതിർക്കൊട്ടിന് ടിക്കറ്റ് ഇല്ലായിരുന്നു. 400 സ്റ്റെയറോ? ആയി വാ, സൂപ്പർ. 400 സ്റ്റെയറും കൂടെ കയറാം നമുക്ക്. ഫേർണിക്കുലർ ചെന്ന് ഇറങ്ങിയതിന് ശേഷം കുറച്ച് സ്റ്റെയർ നമുക്ക് എടുക്കാനുണ്ട്. അപ്പോൾ 400 സ്റ്റെയർ എന്ന് എൻ്റെ അടുത്ത് ഇവരെല്ലാവരും പറഞ്ഞു. ഇനി ശരിക്കും 400 ഉണ്ടോ അതോ എന്നെ പറ്റിക്കാൻ പറഞ്ഞാണെന്ന് എനിക്കറിയില്ല. പിന്നെ മുകളിൽ ചെല്ലുമ്പോൾ നമുക്ക് സോൾട്ട് മൈനും ഉണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ. ഞങ്ങൾ ജസ്റ്റ് സ്കൈ വാക്കിന് ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. ഇൻ കേസ് നിങ്ങൾ സ്കൈ വാക്ക് പ്ലസ് സോൾട്ട് മൈൻ ടിക്കറ്റാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് €43 ആണ് കോസ്റ്റ് വരാൻ പോകുന്നത്. അങ്ങനെ ഫേർണിക്കുലർ ഇറങ്ങി നമ്മൾ സ്റ്റെയർ എടുത്തുകൊണ്ടിരിക്കുകയാണ് സ്കൈ വാക്കിന് അങ്ങോട്ട് പോകാൻ. കാണുന്ന ബിൽഡിങ്ങിൻ്റെ ആ സൈഡിലാണ് സ്കൈ വാക്ക് വരുന്നത്. സോ ഇവിടെ നമ്മളൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ടുണ്ട്. ഇതിൽക്കൂട്ടിന് ഉറക്കം വരുന്ന പോലെ ഞങ്ങൾക്ക് തോന്നി. നമുക്ക് നോക്കാം അവൻ ഉറങ്ങുകയാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുന്നത്. കാരണം ഈ കാണുന്ന സ്റ്റെയർ ഒക്കെ ഞങ്ങൾ അവനെ എടുത്തുകൊണ്ട് നടക്കേണ്ടി വരും. സോ അങ്ങോട്ടാണ് നമുക്ക് കം ഓൺ ലെറ്റ്സ് ഗോ. ഇതിരു എന്തോ ഭാഗ്യത്തിന് എതിർക്കുട്ടനെ ഉറങ്ങില്ല. ഞങ്ങൾ ഈ കാണുന്ന സ്റ്റെയർ ഒക്കെ നടന്നാണ് ഇവിടെ എത്തിയത്. ഇനി കുറച്ച് സ്റ്റെയറും കൂടെ പോകാനുണ്ട്. എന്തോ എന്നാ വാപ്പച്ചിലൂടെ പോക്കോ. നിങ്ങൾ പോക്കോ, ഞാൻ പതുക്കെ വരാം. എനിക്കൊരു ധൃതിയില്ല. കുറച്ച് നേരത്തെ ഉറക്കം വന്ന ചെക്കനാണ്. എന്തോരം എനർജറ്റിക് ആയിട്ടാണ് അവൻ ഈ സ്റ്റെയർ ഒക്കെ കയറുന്നത്. അവൻ ഞങ്ങളെല്ലാവരും വലിച്ചു കൊണ്ടുപോയിരുന്നു. കമോൺ ലെറ്റ്സ് ഗോ എന്ന് പറഞ്ഞ്. സോ നമ്മൾ ഓൾമോസ്റ്റ് അവിടെ ടോപ്പിലെത്താറായി. അവിടെ ചെന്ന് എത്തി നമുക്ക് കുറച്ചുകൂടെ പോയാൽ മതി നമ്മുടെ സ്കൈ വാക്കിന് അങ്ങോട്ട്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ നേരെ വേൾഡ് ഹെറിറ്റേജ് വ്യൂ എന്ന് എഴുതിയിട്ടുള്ളൊരു ബോർഡ് കാണാൻ പറ്റും. ആൻഡ് അവിടെ നിന്നുള്ള വ്യൂ പറയാൻ പറ്റാത്തൊരു വ്യൂ ആണ്. ഒരു രക്ഷയില്ല. ചുറ്റും മൗണ്ടെയിൻസ്, താഴെ ലേക്ക്, അവിടെ ഒരു ഫുൾ ഹോൾസ്റ്റാറ്റ് വ്യൂ നമുക്ക് കിട്ടും. ആൻഡ് നൗ നമ്മൾ ഈ സ്റ്റെയർ ഇറങ്ങി നേരെ പോകുന്നത് സ്കൈ വാക്കിന് അങ്ങോട്ടാണ്. ആൻഡ് ആ കാണുന്നതാണ് നമ്മുടെ സ്കൈ വാക്ക്. ഇനി നമ്മൾ ടേൺ ബൈ ടേൺ ആണ് ഫോട്ടോസ് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നത്. ലെറ്റ്സ് വെയിറ്റ് ഫോർ ആ ടേൺ. ആ ഒരു പോയിന്റിൽ പോയിട്ട് ഫോട്ടോ എടുക്കണമെങ്കിൽ വി നീഡ് ടു വെയിറ്റ്. വാ, സൂപ്പർ. ഇത് ചിച്ചേ ഗ്ലാസസ്. You're welcome. Idhar chiche. വരുന്ന ഒരു സെക്കൻഡ്. യെസ്, അവിടെ നിന്ന് ഒരുപാട് ഫോട്ടോസും വീഡിയോസും എടുത്തതിന് ശേഷം ഞങ്ങളിപ്പോൾ തിരിച്ച് താഴെ പോകാനുള്ള ഫേർണിക്കുലറിൻ്റെ ക്യൂവിൽ വെയിറ്റ് ചെയ്യാണ്. നല്ല തിരക്കുണ്ട്. അങ്ങനെ 1 മണിക്കൂറിൻ്റെ ക്യൂവിന് ശേഷം ഞങ്ങൾ എവിടെയെങ്കിലും എത്തി. ഇതിൽ ഉറങ്ങിയതുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ 3 ക്യൂവിൽ നിൽക്കുന്നുണ്ട്. അടുത്ത ഒരു ഫേർണിക്കുലർ വന്ന് പോയതിന് ശേഷം നമുക്ക് പോകാൻ പറ്റും. അങ്ങനെ ഒടുവിൽ നമുക്ക് കയറാനുള്ള ടൈമായി. 17 അറിയാമോ, നമ്മളെല്ലാവരും കൂടെ പറ്റിയില്ലെങ്കിൽ അയ്യോ. ഈ ഒരു ഫേർണിക്കുലർ റൈഡ്, സ്കൈ വാക്കിലെ വിസിറ്റ് എല്ലാം ഒരു നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. സോ നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് കൺസിഡർ ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ്. നമ്മൾ നടന്നു വരുന്ന ലേക്ക് സെയിം ആ ഹോൾസ്റ്റാറ്റിനെ പോസ്റ്റ് കാർഡ് ആ ഒരു ചേർച്ചിൻ്റെ വ്യൂ കിട്ടും. പക്ഷേ ഇവിടെ നല്ല ശരിക്കും അപ്പുറത്തെ സൈഡിൽ നിന്ന് നല്ല വ്യൂസ്.
ഡ്രിങ്ക് വാസർ, അതായത് ഡ്രിങ്ക് വാട്ടർ എന്നായിരിക്കും അത്. ആ പുള്ളി അവിടെ നിൽക്കുന്നത് കുടിക്കാനായിരിക്കുമല്ലോ. ശരി, അതിൽ നിന്നുള്ള വെള്ളമായിരിക്കും നമ്മൾ ആ കുടിക്കാൻ നമുക്ക് വന്നത്. അതിൽ നമ്മൾ വന്ന് ഇറങ്ങിയുടെ ഇവിടെ ഒരു കെബാബ് ഷോപ്പ് ഉണ്ട്. രാവിലെ ഇത് ഓപ്പൺ ആയിട്ടില്ല. അത് കെബാബ് അല്ല, ഇവിടെ എല്ലാം ഉണ്ട്. കെബാബ് ഉണ്ട്, ഹോട്ട് റോളുണ്ട്. സോ നമ്മൾ 4 പേരും ഇവിടെ നിന്നൊരു 4 കെബാബ് റോൾ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് നമ്മളിനി ലഞ്ചായിട്ട് കഴിക്കാൻ പോവാണ്. സോ ഇതാ നമ്മുടെ അവർ ബ്രെഡിൽ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇതിൻ്റെ വില 7.90 യൂറോ ആണ്. ക്യാഷ് മാത്രമേ ഇവർ അക്സെപ്റ്റ് ചെയ്യൂ. €7.90 അത്യാവശ്യം വയറെന്ന് പറയുന്ന ഒരു സാധനം തന്നെയായിരുന്നു. റേറ്റ് നോക്കേണ്ട. ഹോൾസ്റ്റാഡ് കുറച്ച് എക്സ്പെൻസീവ് ആണ്. സോ ഇത് കഴിച്ചിട്ട് നമുക്കിനി തിരിച്ച് ഹോൾസ്റ്റാഡ് സ്റ്റേഷനിലോട്ട് പോകാനുള്ള ഫെറി പിടിക്കാം. നമ്മളങ്ങനെ നമ്മുടെ ഹോൾസ്റ്റാഡ് ഇത് കഴിഞ്ഞ് തിരിച്ചിപ്പോൾ സ്റ്റേഷനിലൂടെ നടന്നു പോവാണ്. എങ്ങനെ ഉണ്ടായിരുന്നു വണ്ടി ഹോൾസ്റ്റാഡിൽ? ഇനി എന്തെങ്കിലും തിരിച്ചു വരാൻ പറ്റി വരുമോ? സെറ്റ്. ഹോൾസ്റ്റാഡിൽ നല്ലൊരു 1 ഡേ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ തിരിച്ച് സാൽസ്ബർഗിലോട്ട് പോകാനുള്ള ട്രെയിൻ പിടിക്കാൻ ഒബ്രട്ടോൺ എന്ന് പറയുന്ന ഹോൾസ്റ്റാഡിൻ്റെ നെക്സ്റ്റ് സ്റ്റേഷനിൽ പോയി ഇറങ്ങാണ്. കാരണം നമ്മുടെ ട്രെയിൻ അവിടെ നിന്നാണ്. ഹോൾസ്റ്റാഡിന് ചുറ്റും എക്സ്പ്ലോർ ചെയ്യാൻ വേറെയും കുറേ വില്ലേജസ് ഉണ്ട്. അതിലൊന്നാണ് ഒബ്രട്ടോൺ. അവിടെ വന്നാൽ നമുക്ക് 5 ഫിംഗേഴ്സിൽ പോയി എക്സ്പ്ലോർ ചെയ്യാം. ഈ ഒരു യാത്രയിൽ ഞങ്ങൾ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. എന്തായാലും ഇനിയൊരു വിസിറ്റ് ഹോൾസ്റ്റാഡിലുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞങ്ങൾ ഡച്ച് സ്റ്റെയിനിൽ പോയി 5 ഫിംഗേഴ്സ് ആൻഡ് ഐസ് കേവ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യും. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഹോൾസ്റ്റാഡ് വ്ലോഗ്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന സാൽസ്ബർഗും പിന്നെ വിയന്ന ആയിരിക്കും. അപ്പോൾ അതിൻ്റെ വ്ലോഗായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.